ചീക്കോട് വില്ലേജിൻ്റെ പുതിയ കെട്ടിടം, സ്മാർട്ടായി മാറിയ പുതിയ കെട്ടിടം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഔപചാരികമായി നാടിന് സമർപ്പിച്ചതായി അറിയിക്കുകയാണ്. ഇന്ന് ചീക്കോടി വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മുടെ ജില്ലയിലെ മറ്റ് 3 വില്ലേജുകളുടെ ഉദ്ഘാടനവും പട്ടയമേളയും ഒക്കെ പരിപാടി ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്ത് ടൗൺ ഹാളിലാണ്. 6915 പട്ടയങ്ങൾ വിതരണം ചെയ്തതിന് ശേഷം അവിടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് എൻ്റെ കൂടി MLA ആയിരുന്ന പ്രിയപ്പെട്ട ശ്രീമതി ഗീതാ ഗോപിയുടെ മാതാവ് മരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ശവസംസ്കാര ചടങ്ങിന് മുമ്പ് അവിടെ എത്തിച്ചേരണം എന്നുള്ളതുകൊണ്ട് ചീക്കോട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് നേരിട്ടെത്താൻ സാധിക്കാതെ വന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ഒരു സന്ദേശം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ സേവനങ്ങൾ പൂർണ്ണമായും ഈ സംവിധാനങ്ങളിലേക്ക് മാറ്റി സ്മാർട്ടാക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പട്ടയമേളയോടെ മലപ്പുറം ജില്ലയിൽ മാത്രം 36,000-ലേറെ പട്ടയങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിതരണം ചെയ്തു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ ആകെ എണ്ണം 1,80,877 മാറി. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായി ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിച്ചു. ഡിജിറ്റൽ റീസർവേ നടപടികൾ 1.5 വർഷക്കാലം കഴിയുന്നതിനിടയിൽ 6,16,000 ഹെക്ടറിലധികം ഭൂമി അളന്നു തിട്ടപ്പെടുത്താനും നമുക്ക് സാധ്യമായി. ഇങ്ങനെ വളരെ വേഗതയിൽ ഈ പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നൊരു ഘട്ടത്തിൽ റവന്യൂ വകുപ്പിൻ്റെ പൂമുഖ പടിവാതിലായിട്ടുള്ള റവന്യൂ ഓഫീസുകൾ, പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കേണ്ടതിൻ്റെ അനിവാര്യത വന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കാനുള്ള ഒരു പദ്ധതി രൂപീകരിച്ചത്. ചടങ്ങിൽ TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ, അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം, സ്ഥിരം സമിതി അംഗം ഗഫൂർ ഹാജി, ചീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ്, വാർഡ് മെമ്പർ KK മുബഷീർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.